കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയ്ക്കടുത്ത് കൂത്താളിയിലുള്ള സ്രാമ്പിക്കൽ ശ്രീ റോയ്മോൻ ജോണിൻ്റെ വീടാണിത്. ഈ വീട് കൂത്താളിയിൽ രണ്ടയാർ ജംഗ്ഷനിൽ തിരിഞ്ഞ് പാറയ്ക്കാമ്പൊയിലേക്ക് ഏകദേശം ഒരു 300 മീറ്റർ വരും. അവിടെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയ്ക്കടുത്ത് കൂത്താളിയിലുള്ള സ്രാമ്പിക്കൽ ശ്രീ റോയ്മോൻ ജോണിനെയും കുടുംബത്തെയുമാണ്. റോയ്മോൻ ജോണും ജനിച്ചത് പാലായിലാണ്. പാലായിൽ സ്രാമ്പിക്കൽ കുടുംബത്തിൻ്റെ ആധുനിക ചരിത്രം ആരംഭിക്കുന്ന ഔസേപ്പ് തൊമ്മന് 6 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും മൂത്ത ആളാണ് തൊമ്മൻ. തൊമ്മന് 5 മക്കളാണ് ഉണ്ടായിരുന്നത്. ഔസേപ്പ്, മത്തായി, തൊമ്മൻ, ആഗസ്തി, റോസ എന്നിങ്ങനെ. അതിലേറ്റവും മൂത്തയാളാണ് ഔസേപ്പ്. ഔസേപ്പിൻ്റെ 7 മക്കളിൽ രണ്ടാമത്തെ ആളാണ് പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന ജോൺ. മലബാറിലാണ് ഇവർ താമസിക്കുന്നത്. ഈ പാപ്പച്ചൻ്റെ 6 മക്കളിൽ 4ാമത്തെ ആളാണ് റോയ്മോൻ ജോൺ. റോയ്മോൻ ജോണിൻ്റെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. റോയ് ചേട്ടൻ ഇപ്പോൾ താമസിക്കുന്നത് പേരാമ്പ്രയ്ക്കടുത്ത് കൂത്താളിയിലാണ് അല്ലേ? അതെ. ഈ കൂത്താളിയിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 3 വർഷമായി. 3 വർഷം ആയതേ ഉള്ളൂ ഈ കൂത്താളി വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട്. ഈ കൂത്താളിയിൽ താമസിക്കുന്നതിന് മുമ്പ് എവിടെയാണ് താമസിച്ചിരുന്നത്? പൂഴിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പൂഴിത്തോട്. അവിടെ എത്ര കാലം താമസിച്ചിരുന്നു? പൂഴിത്തോട് ഏകദേശം ഒരു 85 മുതൽ 2020 വരെ 21 വരെ താമസിച്ചു. കുറെ വർഷം, 35 വർഷത്തോളം പൂഴിത്തോട് എന്നുള്ള സ്ഥലത്ത് താമസിച്ചു. ഈ ജനിച്ചതും ഒക്കെ ഏത് സ്ഥലത്താണ്? ജനിച്ചത് പാലായിലാണ് ജനിച്ചത്. അപ്പൊ അതിനുശേഷമാണ് പിതാവായിട്ട് മലബാറിലേക്ക് ചാച്ചനായിട്ട് ഞങ്ങൾ മലബാറിലേക്ക് വരികയായിരുന്നു. ചാച്ചൻ്റെ കൂട്ടത്തിൽ ചാച്ചൻ്റെ 2 അനുജന്മാരും ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് ഏത് സ്ഥലത്തേക്കാണ് വന്നത്? ഞങ്ങൾ ചെമ്പനോട എന്ന സ്ഥലത്തേക്കാണ് വന്നത്. ചെമ്പനോട എന്ന സ്ഥലത്തേക്കാണ് അതെ വന്നത്. ഇവിടെ നമുക്ക് വൈഫുണ്ട്. ചേച്ചിയുടെ പേര് മേരി എന്നാണ്. ചേച്ചിയുടെ വീട് എവിടെയാ? വയനാട് എവിടെയാ? 4 മൈൽ മാനന്തവാടിക്കടുത്തുള്ള സ്ഥലം. മാനന്തവാടിക്കടുത്ത് 4 മൈൽ എന്നുള്ള സ്ഥലത്താണ്. വീട്ടുപേര് ഇരിങ്ങോളിൽ. മാതാപിതാക്കന്മാരുടെ പേര്? ചാച്ചന്റെ പേര് ജോസഫായിരുന്നു. ചാച്ചൻ വെച്ചിട്ട് 32 വർഷമായി. അമ്മയുടെ പേര് മറിയായിരുന്നു. അമ്മ വെച്ചിട്ട് 20 വർഷമായി. മാതാപിതാക്കന്മാര് രണ്ടുപേരും ഇല്ല. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? ഞങ്ങൾക്ക് 2 മക്കള്. 2 മക്കളാണുള്ളത്. അവരുടെ പേര്? മൂത്ത മോള് ജിറ്റു മൂത്ത മോളും. രണ്ടാമത്തെ മോന്റെ പേര് ജിബിൻ എന്നാണ് രണ്ടാമത്തെ മോന്റെ പേര്. ജിറ്റുവിനെ വയനാട്ടിലേക്ക് നടവേൽ പനമറ്റം എന്ന സ്ഥലത്തേക്ക് കല്യാണം കഴിച്ച് വിവാഹം ചെയ്തയച്ച്. അവർക്ക് 2 കുട്ടികളാണ് ഉള്ളത്. കുട്ടികളുടെ പേര് ആദവും ഡേവും. ഡേവ് അങ്ങനെ 2 ആൺകുട്ടികളാണ് ഉള്ളത്. അവരിപ്പം എവിടെയാ? അവര് ഇപ്പൊ കാനഡയിലാണ്. 2 പേരും കുടുംബസമേതം കാനഡയിലാണുള്ളത്. അവരേത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? മോന് ITI, മോള് ITI ഫീൽഡിലാണ്. മോള് നേഴ്സാണ്. കാനഡയിലായിട്ട് എത്ര വർഷമായി? കാനഡയായിട്ട് 3 വർഷമായി. അതിന് മുമ്പ് നാട്ടിലായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2015 വിവാഹം കഴിഞ്ഞ് 9 വർഷമായി. വിവാഹം കഴിഞ്ഞിട്ട്. രണ്ടാമത്തെ ഇളയാള് മോന്. മോന്റെ പേര് ജിബിൻ. എവിടെയാ? ജിബിൻ ഇപ്പം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഗൾഫിലായിരുന്നു. ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? അവൻ എഞ്ചിനീയറിംഗ് ആണ്. സിവില്. ഭാര്യ IT ഫീൽഡിൽ തന്നെയാണ്. ഭാര്യയുടെ പേര് ഫ്രീഡ. മോള് കാനഡയിലും മോന് ഇവിടെയാണുള്ളത്. റോയ് ചേട്ടന്റെ പേരൻസ് 2 പേരും ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, ചാച്ചൻ മരിച്ചുപോയി. അമ്മച്ച ജീവിച്ചിരിപ്പുണ്ട്. ചാച്ചന്റെ പേര് ജോൺ എന്നാണ് പേര്. പാപ്പച്ചൻ വിളിക്കും. അതെ. ചാച്ചൻ മരിച്ചിട്ട് എത്ര വർഷമായി? ചാച്ചൻ 2004 മരിച്ചത്. 20 വർഷമായി. മരിച്ചത്. എവിടെ വെച്ചാ മരിക്കുന്നത്?
പൂഴിത്തോടി വെച്ചിട്ടാണ് മരിക്കുന്നത്. പൂഴിത്തോടിൽ വെച്ചിട്ടാണ്. പൂഴിത്തോടി വീട്ടിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. അമ്മ ഇപ്പൊ എത്ര വയസ്സുണ്ട്? അമ്മച്ചിക്ക് ഇപ്പോൾ ഏകദേശം 100 വയസ്സ്. 100 വയസ്സ്. അമ്മയുടെ പേര്? അമ്മച്ചി ചിന്നമ്മ. ചിന്നമ്മ. അമ്മയുടെ വീട്? അമ്മയുടെ വീട് പാലാ ഉള്ളനാട് കലവനാൽ വീട്ടുപേര്. കലവനാൽ. ഉള്ളനാട്, പാലാക്കടുത്ത് ഉള്ളനാട് കലവനാൽ കുടുംബാംഗമാണ് അമ്മച്ചി. അമ്മയുടെ പേര്? ചിന്നമ്മ. ചിന്നമ്മ എന്നാണ് അമ്മയുടെ പേര്. നിങ്ങള് എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 6 മക്കളാണ്. 3 ആണും 3 പെണ്ണും. 3 ആണും 3 പെണ്ണും. അതിനകത്ത് ഏറ്റവും മൂത്തത് ആരാ? മൂത്തത് എൽസി ചേച്ചിയാണ്. ചേച്ചിയാണ്. ചേച്ചിയെ കല്യാണം കഴിച്ച ചെമ്പനോട മംഗലശ്ശേരിയിൽ. ചെമ്പനോട മംഗലശ്ശേരിയിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര്? ഭർത്താവിന്റെ ജോസ് മരിച്ചുപോയി. ജോസ് ആണ് മരിച്ചുപോയി. അവർക്ക് എത്ര മക്കളാണുള്ളത്? അവർക്ക് 3 മക്കള്. 3 മക്കള്. അവരുടെ പേര്? ഒരു മൂത്ത മകള് ഡിംപിൾ. ഡിംപിൾ. രണ്ടാമത് ടിങ്കിൾ. ടിങ്കിൾ. മൂന്നാമത്തെ ഡാനിഷ്. മോന്. അങ്ങനെ 2 പെൺകുട്ടികളും ഒരാണും ഒരു ആൺകുട്ടിയുമാണ് അവർക്കുള്ളത്. അടുത്തയാള് ചേട്ടനാണ് ജോയി. ജോയി എവിടെ താമസിക്കുന്നത്? ജോയി ചെമ്പനോട് അടുത്ത് കുറത്തിപ്പാറ എന്ന് പറയും. ചെമ്പനോടൊക്കെ അടുത്ത് കുറത്തിപ്പാറയാണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര്? റോസമ്മ. റോസമ്മ എന്നാണ് ഭാര്യയുടെ പേര്. അതെ. വീട്ടുപേര്? താന്നിക്കൽ. സ്ഥലം? അവര് ചെങ്ങന്നൂരടുത്താണ് അവരുടെ. ചെങ്ങന്നൂരാണ്. അടുത്താണ് അവരുടെ വീട്. റാന്നി. ശരിക്കും റാന്നി ആണ്. ചേച്ചിയുടെ പേര്? റോസമ്മ. റോസമ്മ എന്നാണ്. അവർക്ക് എത്ര മക്കളാണുള്ളത്? ഒരു 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. 2 പെൺകുട്ടികളാണുള്ളത്. അവരുടെ പേര്? ജെറിനാണ് മൂത്തത്, ജെറ്റിൻ രണ്ടാമത്തെ. ജെറിനും ജെറ്റിനും. അങ്ങനെ 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. അടുത്തയാള്? മൂന്നാമത്തെ ജോളി. സഹോദരിയാണ് അല്ലേ? സഹോദരിയാണ്. എവിടെ വിവാഹം ചെയ്തത്? പേരാവൂരാണ്. അവരിപ്പോൾ താമസിക്കുന്നത് കൂത്തുപറമ്പിനടുത്ത് പാകിസ്ഥാൻ പീഡിക എന്ന സ്ഥലത്താണ്. കൂത്തുപറമ്പിനടുത്ത് പാകിസ്ഥാൻ പീഡിക എന്ന സ്ഥലത്താണ് അവര് താമസിക്കുന്നത്. വീട്ടുപേര്? മടിയത്ത് എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര്? ആന്റണി. മരിച്ചുപോയി. ആന്റണി എന്നാണ് പേര്. പുള്ളിന്റെ പേര് മരിച്ചുപോയി. അവർക്ക് എത്ര മക്കളാണ്? 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. 2 പെൺകുട്ടികളാണുള്ളത്. അവരുടെ പേര്? പിന്നെ തുഷാര മയൂരി. മയൂര എന്നിങ്ങനെ 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. അടുത്തയാള് ഞാനാണ്. തന്നെയാണ്. റോയിച്ചേട്ടന്റെ തൊട്ട് താഴെയുള്ളതാരാ? എന്റെ താഴെയുള്ള സാബു. എവിടെ താമസിക്കുന്നത്? സാബു ആനിക്കാംപോയിലാണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര്? മോളി. വീട്ടുപേര്? പുതുപ്പറമ്പിൽ. സ്ഥലം? ആനിക്കാംപോയിൽ തന്നെയാണ് വീട്. അവർക്ക് എത്ര മക്കളാണ്? 3 മക്കള്. 3 മക്കളാണ് ഉള്ളത്. അവരുടെ പേര്? ഡെൽവിൻ. മൂത്ത മോനാണ്. രണ്ടാമത്തെ മോള് ഡിൽന. മൂന്നാമത്തെ മോളാണ് ഡെന്നി. അങ്ങനെ 2 പെൺകുട്ടിയും ഒരാണും ഒരു ആൺകുട്ടിയാണ് അവർക്ക് ഉള്ളത്. അതിന് താഴെയുള്ളത് റെജി. ഇളയാള്. ഇളയ സഹോദരിയാണ്. റെജി എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? വിലങ്ങാട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ വിലങ്ങാടാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര്? ഇഞ്ചിക്കൽ. ഭർത്താവിന്റെ പേര്? സാജു. വിലങ്ങാട് ഇഞ്ചിക്കൽ സാജു ആണ്. അവർക്ക് എത്ര മക്കൾ? ഒരു 3 മക്കളാണുള്ളത്. 2 ആണും 1 പെണ്ണും. അവരുടെ പേര്? മൂത്തത് ഫ്രാങ്കിൾ. രണ്ടാമത്തെ ഫ്ലവറിൻ. മൂന്നാമത്തെ ഫെബിൻ. അങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. ഇതാണ് റോയിച്ചേട്ടന്റെ ഒരു സഹോദരങ്ങളിലേക്ക് ഒരു ഡീറ്റെയിൽസ്. മേരി ചേച്ചിയുടെ വീട് വയനാടാണ് അല്ലേ? നിങ്ങൾ എത്ര മക്കളായിരുന്നു? 9 മക്കളാണ്. മേരി ചേച്ചി എത്രാമത്തെ ആളാണ്? മൂന്നാമത്തെ ആളാണ്. ഏറ്റവും മൂത്തത് ആങ്ങളെയാണ്. പേര്? പൗലൂസ്. ചേച്ചിയുടെ പേര്? ഭാര്യയുടെ പേര് മേരി എന്നാണ് ഭാര്യയുടെ പേര്. ചേച്ചിയുടെ വീട്ടുപേരും? കണ്ടിയത്ത്. സ്ഥലം? കല്ലോടി. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് മൂത്ത ആങ്ങളയ്ക്ക് 2 മക്കള്. 2 മക്കളാണ് ഉള്ളത്. ഒരാണും ഒരു പെണ്ണും. അതിന് താഴെയുള്ളത് ചേച്ചിയാണ്. ചേച്ചിയുടെ പേര്? ചേച്ചിയുടെ അൽഫോൻസ. എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? പടിഞ്ഞാത്തറ. വയനാട്ടിൽ തന്നെ പടിഞ്ഞാത്തറ എന്ന സ്ഥലത്താണ്. വീട്ടുപേര്? മേനമ്പടത്തിൽ. ഭർത്താവിന്റെ പേര്? ആന്റണി. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 5 പിള്ളേരാണ് ഉള്ളത്. 5 പിള്ളേരുണ്ട്. 3 പെണ്ണും 2 ആണും. 3 പെണ്ണും 2 ആണുമാണ്. അതില് 2 പേരില് 2 പെണ്ണുങ്ങൾ 2 പേര് കന്യാസ്ത്രീമാരാണ്. 2 പെൺമക്കള് സിസ്റ്റേഴ്സ് ആയിട്ട് സേവനം ചെയ്യുന്നു. അവര് ഏത് കോൺഗ്രിഗേഷൻ? നമ്മളെ
SMI കോൺഗ്രസിന് വേണ്ടിയിട്ടാണ്. രണ്ടുപേരും ഒരേ കോൺഗ്രഷൻ തന്നെയാണ്. ഇപ്പൊ രണ്ടുപേരും, ഒരാൾ പാലായിലുണ്ട്, ഒരാൾ പാലായിലാണ്, ഒരാൾ കായംകുളത്തുണ്ട്. അതിന്റെ തൊട്ട് താഴത്തെ മേരിച്ചേച്ചി തന്നെയാണ്. മേരിച്ചേച്ചിക്ക് താഴെയുള്ളത് എന്റെ നേരെയുള്ളത് ബേബി സഹോദരനാണ്. അവരെവിടെ താമസിക്കുന്നത്? അവര് എന്റെ വീടിന്റെ അടുത്ത് 4 മൈൽ എന്ന് പറയും. 4 മൈൽ തന്നെ, വയനാട് ജില്ല 4 മൈൽ മാനന്തവാടി അടുത്ത് അല്ലേ. ഭാര്യയുടെ പേര് ജോയ്സി. അറക്കൽ എന്നാണ് വീട്ടുപേര്. സ്ഥലം വൈത്തിരി, വയനാട് ജില്ല തന്നെയാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 പേര്. 3 മക്കളാണ് ഉള്ളത്. 2 ആണും 1 പെണ്ണും. അതിന്റെ താഴെയുള്ളത് സാലിയെ വിവാഹം ചെയ്തിരിക്കുന്നത് എല്ലാരും വയനാട്ടിൽ തന്നെ. എല്ലാരും വയനാട് ജില്ല തന്നെയാണ്. ഞാൻ മാത്രം താഴെ സാരിയും വയനാട്ടിൽ തന്നെ. വയനാട്. വീട്ടുപേര് വരിക്കാൻ തൊട്ടി എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് ബെന്നി. അവർക്ക് എത്ര മക്കളുണ്ട്? 3 ആൺപിള്ളേര്. 3 ആൺകുട്ടികളാണ് അവർക്കുള്ളത്. അതിന് താഴെയുള്ളത് ഡോളിയെ എവിടെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? വൈത്തിരിയിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് കണിയാമ്പുറം. സ്ഥലം വൈത്തിരി തന്നെ ആണ്. ഭർത്താവിന്റെ പേര് ജോസ് എന്നാണ് ഭർത്താവിന്റെ പേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 ആൺകുട്ടികൾ, 3 പിള്ളേരാണുള്ളത്. 2 ആണും 1 പെണ്ണും. 3 കുട്ടികളാണ്, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയാണുള്ളത്. അതിന്റെ അടുത്ത് ബീനയെ വിവാഹം ചെയ്തിരിക്കുന്നത് നടവേൽ എന്നുള്ള സ്ഥലത്താണ്. വീട്ടുപേര് അരവിന്ദ്ശ്ശേരിയിൽ നിന്നാണ്. ഭർത്താവിന്റെ പേര് ജോസ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 പിള്ളേര്, 3 മക്കളാണ്. 2 ആണും 1 പെണ്ണും. അതിന് താഴെയുള്ളത് ജെസിമോൾ എന്നാണ് വിളിക്കുന്നത്. ജെസിമോളെ എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? അതും നടവേലിൽ തന്നെയാണ്. വീട്ടുപേര് ചേരവേലി. ഭർത്താവിന്റെ പേര് സെബാസ്റ്റ്യൻ എന്ന് വിളിക്കും. സെബാസ്റ്റ്യൻ എന്നാണ് ഒഫീഷ്യൽ പേര്. കുഞ്ഞെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 പേര്. 3 മക്കളാണ്. 2 പെണ്ണും 1 ആണും. ഏറ്റവും ഇളയാള്. പിന്നെ തറവാട്ടിലുള്ള ഏറ്റവും ഇളയാളുടെ പേര് ബിജു എന്നാണ്. ബിജുവിന്റെ ഭാര്യയുടെ പേര് ഷൈനി. വീട്ടുപേര് സ്ഥലവും മുകളക്കുന്നേൽ വീട്ടുപേര്. മാനന്തവാടിയിലാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 4 പേര്. 4 മക്കളുണ്ട്. 2 ആണും 2 പെണ്ണും ഉള്ളത്. റോഹിത് ചേട്ടനൊക്കെ ജനിച്ചു വളർന്നത് പാലായിലാണെന്നാണല്ലോ പറഞ്ഞത്. അതെ, പാലായില. അപ്പം ഗ്രാൻഡ് ഫാദറിനെ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ചാച്ചനെ കണ്ടിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദറിനെ ഒക്കെ കണ്ടിട്ടുണ്ട്. ചാച്ചൻ മലബാറിലുണ്ടായിരുന്നു. മലബാറിലും വന്ന് കുറച്ചു കാലം താമസിച്ചു. കൂടെ വന്ന് മലബാറിലും താമസിച്ചിട്ടുണ്ട്. ഉണ്ട്. നിങ്ങൾ ഫാദർ അവരെത്ര മക്കളായിരുന്നു? ഒരു 6 ആണും 1 പെണ്ണും. മൊത്തം 7 മക്കളാണ്. 6 ആണും 1 പെണ്ണും. അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? പറയാം. മൂത്ത പേരപ്പൻ കുഞ്ഞോട്ടി എന്നാണ്. അവരെവിടെയാണ് താമസിക്കുന്നത്? അവര് ഹൈറേഞ്ചാണ്. ഹൈറേഞ്ചിലാണ് അവർ താമസിച്ചിരുന്നത്. അതിന് താഴെയുള്ളത് അവര് ചാച്ചനാണ്. ചാച്ചൻ വന്ന് മലബാറിലേക്ക് വന്നു. ചെമ്മനോട്. അതെ, ചെമ്മനോട് എന്ന സ്ഥലത്തേക്കാണ് വന്നത്. അതിനുള്ളത് കുഞ്ഞൂഞ്ഞാണ്. കുഞ്ഞുഞ്ഞ് ചെമ്പനോടേക്കാണ് വന്നത്. അവിടുന്ന് വിറ്റ് ഇരിട്ടിക്ക് പോയി. നിലവിൽ അവരുടെ ഫാമിലി ഇരിട്ടിയിലാണുള്ളത്. അവർ ചെമ്പനോടേക്കാണ് ആദ്യം വന്നിരുന്നത്. അതിന് താഴെയുള്ളത് കുഞ്ഞുവർക്കി. അത് പാലായിൽ തന്നെയാണ്. കുഞ്ഞുവർക്കി പാപ്പൻ മരിച്ചുപോയി. പേരപ്പനും മരിച്ചുപോയി. ഈ പറഞ്ഞ പാപ്പനും മരിച്ചുപോയി. ഒരാൾ മാത്രമേ ഉള്ളൂ, ഏറ്റവും ഇളയാള് കുഞ്ഞ്. കുഞ്ഞുവർക്കിയാണ് മരിച്ചത്. കുഞ്ഞുമത്തായി പൊന്മുഖത്താണ് വീടുണ്ടായിരുന്നത്. ഇപ്പം പാപ്പൻ മരിച്ചുപോയി. മലബാറിലുണ്ട്. കുഞ്ഞെന്നാണ് പേര്. ചെമ്പനോട് ആണ് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. ഇനി പാപ്പന് ഏകദേശം ഒരു 86-87 ഏറ്റവും ഇളയാളാണ്. പിന്നെ ഒരു പെങ്ങളാണുള്ളത്. ഒരു സഹോദരി ഉണ്ടായിരുന്നു. സഹോദരി എവിടെ പേരെന്തായിരുന്നു സഹോദരിയുടെ? അന്നക്കുട്ടി എന്നാണ് ചേച്ചിയുടെ പേര്. കാഞ്ഞിരമറ്റാണ്. പല കാഞ്ഞിരമറ്റത്ത് മൂങ്ങാമാക്കൽ. നമ്മുടെ വിൻസെന്റ് അച്ഛൻ്റെ അമ്മയാണ്. മൂങ്ങാമാക്കളുടെ അമ്മയാണ് ചേച്ചി. ജീവിച്ചിരിപ്പുണ്ട്. രണ്ടുപേരും ഉണ്ട്. നിലവിലെ കൃഷിയും കാര്യങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ? ഞാൻ കൃഷിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. കൃഷി സ്ഥലങ്ങൾ ഈ താമസിക്കുന്നതല്ല, പൂഴി തുറന്ന സ്ഥലത്താണ് സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ലാബ് ടെക്നീഷ്യനായിട്ട് നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. സ്വന്തം പ്രസ്ഥാനമാണ്. അതിന്റെ പേര് കാരുണ്യ മെഡിക്കൽ ലാബോറട്ടറി എന്നാണ്.
കാരുണ്യ മെഡിക്കൽ ലബോറട്ടറി സ്ഥലം ഇപ്പൊ പന്തിരിക്കരയാണ് വർക്ക് ചെയ്യുന്നത്. പന്തിരിക്കരയാണ്. ഞാൻ 1984 വൈത്തിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങിയത്. അന്നേരം എന്റെ ചാച്ചന്റെ പേര് തന്നെ ഇട്ടു, സെന്റ് ജോസഫ് ലാബോറട്ടറി എന്നായിരുന്നു. സെന്റ് ജോസഫ് ലാബോറട്ടറി എന്ന് പറഞ്ഞ അവിടെ വൈത്തിരിയിലാണ് തുടങ്ങിയത്. ഇപ്പൊ പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് എത്ര കാലമായി? ഇവിടെ വന്നിട്ട് 27 വർഷമായി. 27 വർഷമായിട്ട് ഈ പറഞ്ഞ സ്ഥലത്താണ് പന്തിരിക്കര വർക്ക് ചെയ്യുന്നത്. എത്ര സ്റ്റാഫ് ഉണ്ട് അവിടെ? ഇപ്പൊ 2 സ്റ്റാഫ് ഉണ്ട് അവിടെ. കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടും ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഇടവക ഇപ്പൊ നിലവില് പേരാമ്പ്രയാണ് ഇടവക. അപ്പം ഇവിടെ വന്നിട്ട് 3 വർഷമായി. ഇതിനു മുമ്പ് ഏത് ഇടവകയിലായിരുന്നു? പൂഴ്ത്തോട് ഇടവകയിലായിരുന്നു. ഇടവകയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇടവകയിൽ ഞാൻ അവിടുത്തെ കൈക്കാരനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പൂഴ്ത്തോട് ഇടവകയിലെ കൈക്കാരനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പാരിഷ് കൗൺസിൽ മെമ്പറായിട്ട് കുറേ വർഷമായിട്ടുണ്ട്. പാരിഷ് കൗൺസിൽ മെമ്പറായിട്ട് ഇരുന്നിട്ടുണ്ട്. ചേച്ചിക്ക് എന്തെങ്കിലും? ഞാനും അവിടുത്തെ കുടുംബ യൂണിറ്റിലെ പ്രസിഡന്റ് ആയിട്ടെല്ലാം സെക്രട്ടറി ആയിരുന്നു. പേരാമ്പ്ര വന്നതിന് ശേഷം മാതൃസംഘത്തിന്റെ പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്യുന്നു. മാതൃസംഘത്തിന്റെ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.